ഹലോ ഗൈസ്, ജീവൻ ഹിയറിന് വീണ്ടും സ്വാഗതം. ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 8 ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മൈനിൽ തന്നെ പോകാൻ പോകുന്നു. ഞങ്ങളെന്താ പുറത്ത് വന്ന് എങ്ങനെയുണ്ട്? ഞാൻ അകത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും പുറത്ത് വന്നു. ഇവിടെ ഞങ്ങൾക്ക് എവിടം വരെ കുറേ മൈൻ ചെയ്തു. ഞങ്ങൾ കുറേ താഴേക്ക് പോയില്ല, എന്നാലും അത്യാവശ്യം പോയി. ഇവിടം വരെയാണെന്ന് തോന്നുന്നു. ഇല്ല, ഇനിയുണ്ട്. ടോർച്ചുണ്ട് എൻ്റെ കയ്യിൽ, 3 ഉണ്ട്, മതി. ഉണ്ട്. ഇന്ന് ഞങ്ങൾ എന്തായാലും ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് കണ്ടുപിടിക്കുക. എൻ്റെ വാശിയാണ്. താഴേക്കോ ഭയങ്കര ബോറടിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ട്. എനിക്ക് ഭയങ്കര ബോറടിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിപ്പോൾ. ഇത്രയായി എന്നും കണ്ടുപിടിച്ചത്, ഇതുവരെ ഒന്നും ഞങ്ങൾ കണ്ടുപിടിച്ചില്ല. ഇവിടെ കൂടെ പോവാം. ഇതൊക്കെ എന്താണൊക്കെ ഇതൊക്കെ എന്തോന്നാണോ എന്തോ. ഇവിടെ എവിടെ എന്തോ കുറേ അടിയിലായി. എന്തൊക്കെയാണോ എന്തോ. എന്തായാലും ഏകദേശം ഭയങ്കര അടിയിലായിട്ടുണ്ട്. ഇനി ഡയമണ്ടൊക്കെ കിട്ടാനുള്ള സമയമായി തുടങ്ങി. പക്ഷെ ഡയമണ്ട് കിട്ടാൻ ഭയങ്കര പാടില്ലേ. ഇത്ര മൈൻഡ് ചെയ്തൊക്കെ എല്ലാം കുറേ ആയി. നിങ്ങളെല്ലാവരും വ്യൂസ് തരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ സബും ചെയ്യുന്നു. നിങ്ങൾ സബ് ചെയ്യാൻ മറക്കുക. കാണുന്നെങ്കിൽ സബ് ചെയ്യണം കേട്ടോ ഗൈസ്. സബ് ചെയ്യാൻ മറക്കുക എല്ലാവരും. വെള്ളത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. ഇപ്പോൾ കേൾക്കണില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇത്രയും അടുത്ത് ഡേർട്ട് എന്തൊക്കെയാണ് ഡൗട്ട് തോന്നി. എന്തോ ഇവിടെ ഉണ്ട്. ഇത്രയും താഴെ വന്നിട്ട് ഡേർട്ട് വേണമെങ്കിൽ എന്തോ ഒരു കേവാവല്ല അങ്ങനെ. ഇവിടെ കൂടെ വെള്ളത്തിൻ്റെ കോപ്പർ കിട്ടി. അതേപോലെ വെള്ളത്തിന് എന്തൊരു ഇവിടെയൊക്കെ സാധാരണ ഇത്രയും അടി ഞങ്ങൾ വന്നാൽ ഇത്ര പോയാ പിക്കാച്ച് തീർന്നു. എന്തായാലും പിക്കാച്ചിൻ്റെ ആവശ്യം ഉണ്ട്. ആൾക്കാർ ഇത് വെച്ച് മൈൻഡ് ചെയ്യാം. ഓ, കോബൽ ഡീപ് സ്ലേറ്റ് എത്തി. ഇതാണ് കോബൽ ഡീപ് സ്ലേറ്റ്. ഇതെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് വേറൊരു വേൾഡ് കളിച്ചായിരുന്നു. അതിൽ എനിക്ക് ഇത് കുറേ എണ്ണം ഉണ്ടായിരുന്നു, കോബിൾഡ് ഡീപ് സ്ലേറ്റ്. അതാണ് എനിക്കറിയാനുള്ളത്. നിങ്ങൾക്ക് കണ്ടോ, ഇത് വുഡ് സോളിഡ് അല്ല, വുഡ് പിക്കാച്ചിട്ട് അടിക്കാൻ ഭയങ്കര പാടാണിത്. എന്തായാലും ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കണം. ഇവിടെ എന്തോന്നും ഒന്നുമില്ല. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഏതാ നല്ലത്? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ട്. ഒന്നും കൂടെ അങ്ങ് എടുത്ത് വയ്ക്കാം. ഓക്കെ, സെറ്റ്. എന്തോന്നു
ആ ശരി, നീ പറഞ്ഞ എന്തായാലും ഓർപ്പിച്ച നന്നായി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം, അല്ലെങ്കിൽ അല്ല കുഴപ്പമില്ല, തിരിച്ച് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എടുത്തേക്കാം. ഇന്ന് ഇത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എനിക്ക്, എന്ത് കഷ്ടമാക്കിയാണ്. ഇന്നത്തെ വീഡിയോ വെറും വേസ്റ്റായി, വെറും വേസ്റ്റ്. സത്യത്തിൽ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, പ്രേതം വരുമ്പോൾ ശബ്ദം, അതൊക്കെ വന്നു. മറ്റേ അങ്ങനത്തെ ശബ്ദം, പൊന്നു. ഓ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ സത്യത്തിൽ പേടിച്ചു കേട്ടോ, അങ്ങനത്തെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇവിടെ വേണ്ട, ഇവിടെ മതി. ഇതുവരെ ചെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു ഡയമണ്ട് അയൺ പോലും കിട്ടിയിട്ടില്ല നമുക്ക്, അയൺ പോലും. അതെന്താ എനിക്കറിയില്ല. അയ്യോ, എന്തായാലും നമുക്ക് കുറേ അത്ര 60 കോബിൾഡ് ഡീപ് സ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമേ കിട്ടണുള്ളൂ, എന്തൊരു എനിക്ക് വേറെ എന്തെങ്കിലും വേണം. സേവിങ് ഗോൾഡ്. ഒന്നും കിട്ടുന്നില്ല ഗൈസ്, സത്യത്തിൽ ബോറടിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് എങ്കിലും താടെ. എന്തായാലും അവസാനത്തെ ചോർച്ച വയ്ക്കാം നിങ്ങൾ. ഇതായിരുന്നു നിങ്ങൾ അവസാനത്തെ ചോർച്ച. ബെഡ്റോക്കൊക്കെ എത്താറായി. എന്താ ഏച്ചി ഇവിടെ എന്തോ കേവിലെന്തോ വന്ന്, എന്തൊരു വലിയൊരു കേവിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെ ഫസ്റ്റ് ഗോൾഡ്. പക്ഷെ ഞങ്ങൾ ഗോൾഡ് മൈൻഡ് ചെയ്യണമെങ്കിൽ അയൺ പിക്കാക്സ് വേണം, അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, അത് തന്നെ മാർക്ക്, അത് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. നമുക്ക് ഗോൾഡ് കിട്ടി. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അയൺ പിക്കാക്സ് എടുത്തിട്ട് ഗോൾഡ് മെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യാം, സബ് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഡീവൻ ഇയർ വരും. അപ്പോൾ കാണാം. ബൈ ബൈ.